ഹായ്, ഇന്ന് നമുക്ക് കുട്ടനാടൻ സ്റ്റൈലിൽ ഒരു മീൻകറി തയ്യാറാക്കി നോക്കിയാലോ. അതിനായി 1 കിലോ വരാൽ തൊലി ചെത്തി കഷ്ണങ്ങളാക്കി ഉപ്പും വിനാഗിരി ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ചട്ടി അടുപ്പത്ത് വെച്ച് 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. 10 ചുമന്നുള്ളി അരിഞ്ഞതും 10 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കുറച്ച് കരിയാപ്പിലയും ചേർത്ത് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഈ സമയം മസാല തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും എടുത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഉള്ളിയെല്ലാം വഴന്ന് ചെറിയ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഒരു തവ കൊണ്ട് ഇതുപോലൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ആ എണ്ണയിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. 3-4 മിനിറ്റ് വഴറ്റി എണ്ണ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളിയിൽ കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. മസാല എടുത്ത പാത്രത്തിലും കുറച്ച് വെള്ളം ചേർത്ത് അതുകൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതും മീൻ കഷ്ണങ്ങളും ചേർത്ത് ഇളക്കി ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ഉപ്പും പുളിയും പാകമാണോ എന്ന് നോക്കണം. ഒരു 2 മിനിറ്റ് കൂടി അടച്ചു വെച്ച് കൊടുക്കാം. ഇനി അടപ്പ് തുറന്ന് നോക്കാം. ചാറൊക്കെ വറ്റി പാകത്തിന് വന്നിട്ടുണ്ടാകും. ഇനി അല്പം ഉലുവാപ്പൊടിയും കുറച്ച് കരിവേപ്പിലയും 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇങ്ങനെ പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിലയും ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ കറിക്ക് അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടനാട് സ്റ്റൈലിലെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.